ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ബിഗിനർ ഗൈഡ് ടു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്നൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല, ബേസിക് നോളജ് പോലും ഇല്ലാത്ത ഒരു കംപ്ലീറ്റ്ലി ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരിക, അല്ലെങ്കിൽ വന്ന് എങ്ങനെ ട്രേഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം അതിനു മുമ്പ് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ നെറ്റ്വർക്കിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ പറയുന്ന കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കണ്ടന്റ് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കുറച്ചും കൂടി വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, സോ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പം ബിഗിനർ ഗൈഡ് ടു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ്. ഓക്കെ, സോ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയാം. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ വേ ആണ്. എന്തിനാണ്? വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അല്ലേ? ഇപ്പം നമ്മൾ ഇൻകം അല്ലെങ്കിൽ വെൽത്ത് എന്ന് പറയും. ഇൻകം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡെയിലി എക്സ്പെൻസ് മീറ്റ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു കണത്തിനാണ് നമ്മൾ ബേസിക്കലി ഇൻകം എന്ന് പറയുന്നത്. എന്നാൽ വെൽത്ത് എന്ന് പറയുന്നത് അതല്ല, സമ്പത്ത്, അല്ലെ? ഇൻകത്തിന്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് വേർഷൻ സമ്പത്ത് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമ്മളുടെ പ്രൈമറി അല്ലെങ്കിൽ ബേസിക് നീഡ്സിന് അപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നതും, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഫാമിലി പേഴ്സൺ ആണെങ്കിൽ മാര്യേജ്, കുട്ടികളുടെ മാര്യേജ്, അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ എക്സ്പെൻസുകൾ, അല്ലെങ്കിൽ അസറ്റ് ക്രിയേഷൻ, ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? വെൽത്ത് വേണം, അല്ലെ? വെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിന് പല രീതികളുണ്ട്. ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഒരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരണം എന്നുള്ള ഒരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിനകത്ത് ബിഗിനേഴ്സ് വരുന്നത് എങ്ങനെയാണ്? അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള നോളജ് ഇല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണം കിട്ടും, 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ 200 കിട്ടും, 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ അത് 10 ലക്ഷം ആകും 2 ദിവസം കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗാംബ്ലിംഗ് ആ ഒരു തോട്ട്സ് നിങ്ങളിലേക്ക് തന്നിട്ട് നിങ്ങൾ വന്ന് ഇതൊന്നുമില്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൈസ് മൂവ്മെന്റ് കണ്ടിട്ട് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുത്തിട്ട് ബൈ ചെയ്തു സെല്ല് ചെയ്ത് അങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ആദ്യം ലക്കിലി ചെറിയൊരു പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ആവേശമാവും. നിങ്ങളപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? കുറച്ചും കൂടി പൈസ എക്സ്ട്രാ ആയിട്ട് ചെയ്യും. അപ്പോൾ ഉള്ളതും പോവും, ആദ്യം കിട്ടിയതും എല്ലാം പോവും. അപ്പോൾ മണി വൺസ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇമോഷൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മൾ കൂടുതൽ പൈസ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും, അല്ലേ? നമ്മളുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും കടം വാങ്ങും, അല്ലെങ്കിൽ നമുക്ക് സാലറി കിട്ടുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വെച്ചിരിക്കുന്ന പൈസ പോലും നമ്മളൊരു ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്ന് നിക്ഷേപിക്കും, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യും. അവസാനം അതെല്ലാം കളഞ്ഞ് നമ്മൾ വലിയൊരു കടക്കാരനാകും. എന്നിട്ട് നമ്മൾ പറയും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന തട്ടിപ്പാണ്, ഗാംബ്ലിംഗ് ആണ്, ഇതിനകത്തൊന്നും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, ആളുകൾ വെറുതെ പറയുന്നതാണ് എന്ന് പറയും. ശരിക്കും അതല്ല സത്യം. ഓക്കെ, നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് മണി മേക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, സോ അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത്, അപ്പം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ, വ്യാപാരം, അല്ലെ? സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയാൻ എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഷെയർസ് ഓഫ് കമ്പനീസ് ടു മേക്ക് പ്രോഫിറ്റ് ഫ്രം പ്രൈസ് മൂവ്മെന്റ്, അല്ലെ? ഷെയർസിന്റെ അല്ലെങ്കിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ കമ്പനികളുടെ ഷെയറുകളാണ് അവിടെ ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിൽ നമ്മൾ ബൈയും സെല്ലും ഒക്കെ ചെയ്തുകൊണ്ട് ആ പ്രൈസിൽ ഡിമാൻഡ് സപ്ലൈ മൂവ് ചെയ്യുന്നതനുസരിച്ച്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇവന്റ്സുകളോ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ആ ഒരു പ്രൈസിങ്ങിൽ വരുന്ന മൂവ്മെന്റ് അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് നമ്മൾ ക്യാപ്ചർ ചെയ്തുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ലോസ് വരുന്നു. ഇതിനെയാണ് നമ്മൾ ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മളിപ്പോൾ ഒരു സ്ഥാപനം നടത്തുകയാണ്, ഒരു പലചരക്കുകൾ നടത്തുമെന്ന് വെച്ചോളൂ. നമ്മളവിടെ കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങി വെക്കുന്നു, നമ്മൾ കസ്റ്റമർ വരുമ്പോൾ കൊടുക്കുന്നു, നമ്മളുടെ മാർജിൻ അതിനകത്ത് ആഡ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ 100 രൂപയ്ക്ക് മേടിക്കുന്നത് ചിലപ്പോൾ 110 രൂപ കൊടുക്കുന്നു. ആ 10 രൂപയാണ് നമ്മുടെ ലാഭം, അല്ലെ? ആ 10ൽ നിന്നാണ് നമ്മുടെ എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു ബിസിനസ് ആണ്, അല്ലെ? നമ്മൾ ഷെയർസ് ആണ് വാങ്ങുന്നതും വിൽക്കുന്നത്. അപ്പൊ അതിന്റെ പ്രൈസിങ് എന്ന് പറയുന്നത് ഡിമാൻഡ് സപ്ലൈ ബേസ് ചെയ്തിട്ട് നിങ്ങൾ +2 അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലൊക്കെ എക്കണോമിക്സ് പഠിച്ചവർക്കാണെങ്കിൽ ഡിമാൻഡ് സപ്ലൈ എന്താണെന്ന് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ആ ഡിമാൻഡ് സപ്ലൈ ആണ് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു കോർ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് സപ്ലൈനെ ബേസ് ചെയ്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർസിന്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പോൾ ആ പ്രൈസ് മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്തുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് മേക്ക് ചെയ്യുന്ന പരിപാടിയാണ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി അടുത്തത്
ഓക്കെ, നമ്മൾ കീ ടോപ്പിക്സ്. സോ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3 കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒന്ന്, വാട്ട് ഈസ് എ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെ. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്നുള്ളത് അല്ലെ. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ് ടു മേക്ക് പ്രോഫിറ്റ് ഫ്രം ദ പ്രൈസ് മൂവ്മെന്റ് നമ്മൾ പഠിച്ചു അല്ലെ. ഇനി സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പോയിന്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് ട്രേഡിംഗ് ആണ്, അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള ട്രേഡിംഗ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ട്രേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പോൾ ടൈപ്സ് ഓഫ് ട്രേഡിംഗ്, ഏത് തരത്തിലുള്ള ട്രേഡിങ്ങുകളൊക്കെ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ അതിൽ പഠിക്കാൻ പോകുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആസ് എ ബിഗിനർ, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഹൗ ബിഗിനേഴ്സ് ക്യാൻ സ്റ്റാർട്ട് ട്രേഡിംഗ്, അതാണ് ആ ഒരു പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഫ്രഷ് ആയിട്ട് വരുന്ന ഒരാൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് അറിയില്ല, എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അതിയായ ആഗ്രഹത്തോടു കൂടി ഒരാൾ വരുമ്പോൾ അയാൾക്ക് എന്തൊക്കെ ചെയ്തിട്ടാണ് ഇതിലേക്ക് വരാൻ പറ്റുക എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മൾ വളരെ സിമ്പിളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ആ പോയിന്റ്. ഓക്കെ, സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ടു എൻഡ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തം ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനിടയിൽ നമ്മൾ ടിപ്സുകൾ പറഞ്ഞു പോകും അല്ലേ. നമ്മൾ ആ ടിപ്സുകൾ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ട് ടു എൻഡ് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ ഡൗട്ട്സുകൾ കാര്യങ്ങൾ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക, നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റിലേക്ക് കിടക്കുകയാണ്. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പ്ലേസ് അല്ലേ, വേർ ഷെയർസ് ഓഫ് കമ്പനീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. നമുക്കൊരു ഇലക്ട്രോണിക് സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം അല്ലേ, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, when you buy a share you are actually buying a small ownership in that company. ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് റിലയൻസിന്റെ ഒരു ഷെയർ വാങ്ങാൻ നിൽക്കുക. ഓക്കെ, നിങ്ങൾ റിലയൻസിന്റെ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ്, ആ ഒരു കമ്പനിയുടെ ഒരു ചെറിയൊരു ഓണർഷിപ്പ് നിങ്ങൾ വാങ്ങുകയാണ് അല്ലേ. ഇപ്പോൾ 1,00,000 അല്ലെങ്കിൽ 10,00,000 ഷെയർസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ 5 ഷെയർ റിലയൻസിന് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളൊരു സ്മോൾ ഓണർഷിപ്പ് ആ കമ്പനിയിൽ നിങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം നമ്മളൊരു ഷെയർ വാങ്ങുന്നതിലൂടെ നമ്മൾ കമ്പനിയുടെ ഒരു ചെറിയൊരു ഓണർ ആകും എന്നതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഇഫ് യു ബൈ എ ഷെയർസ് ഓഫ് എ കമ്പനി ലൈക്ക് റിലയൻസ് ഓർ TCS യു ബിക്കം എ പാർഷ്യൽ ഓണർ ഓഫ് ദ കമ്പനി. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യയിൽ നിലവിൽ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഉള്ളത്. ഓക്കെ, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴിയാണ് ഈ കമ്പനികളുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇങ്ങനെ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് നമുക്കുള്ളത്, NSE ആൻഡ് BSE. ഓക്കെ, നമ്മൾ മോസ്റ്റ്ലി ട്രേഡ് എടുക്കുന്നത് NSE ആണ്. NSEയിൽ കുറച്ചും കൂടി ഒരു 2000 സംതിങ് സ്റ്റോക്കുകളാണ് NSEയിലുള്ളത്. എന്നാൽ BSE കുറച്ചും കൂടി വൈഡാണ്. ഇപ്പോൾ 8,500 ഷെയർസോ മറ്റോ അവിടെ ഉണ്ട്. കുറച്ചും കൂടി വലിയൊരു ക്യാൻവാസ് ആണ്. അപ്പോൾ നമ്മളെപ്പോഴും കൂടുതലും നമ്മൾ ഓപ്ഷൻസ് ഒക്കെ ട്രേഡ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഇൻട്രാഡേ ഒക്കെ കൂടുതൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഈ പറയുന്ന രണ്ടും പറ്റും. എന്നാലും നമ്മൾ കുറച്ചും കൂടി ഞാൻ കംഫർട്ടായി നിൽക്കുന്നത് NSEയിലാണ്. ഓക്കെ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. രണ്ടിടത്തും ഒരേ കമ്പനികളുടെ ഷെയറുകളായിരിക്കും ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നത്. BSEയിൽ കുറച്ചധികം കമ്പനികളുടെ ഷെയറുകൾ ഉണ്ടെന്ന് മാത്രം. ഓക്കെ, സോ NSE ആൻഡ് BSE. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. അതിൽ ഇൻട്രാഡേ ചെയ്യുന്നവർക്കും ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, സോ ട്രേഡേഴ്സ് യൂസ് ബ്രോക്കേഴ്സ് ലൈക്ക് ഫയേഴ്സ്, ആലിസ് ബ്ലൂ, Q+, സെറോദ, അബ്സ്ട്രാക്സ്, ഏഞ്ചൽ വൺ എക്സെട്ര ടു ആക്സസ് ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഈ NSE അല്ലെങ്കിൽ BSE നമുക്ക് നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലേ. ഇപ്പം NSEയുടെ സൈറ്റിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇപ്പം www.nse.com എന്ന് പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഷെയർ മാർക്കറ്റിന്റെ NSEയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റോക്കിന്റെയും ഡീറ്റെയിൽസും ഡെയിലി നടക്കുന്ന പ്രൈസ് മൂവ്മെന്റ്, ലൈവ് പ്രൈസ് മൂവ്മെന്റ്, മറ്റു കാര്യങ്ങൾ, ന്യൂസ് കാര്യങ്ങളെല്ലാം കാണാം. എന്നാൽ നിങ്ങൾക്കൊരു ഷെയർ വാങ്ങാൻ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നിങ്ങൾക്ക് അതിനൊരു ബ്രോക്കറുടെ പ്ലാറ്റ്ഫോമാണ്. ഈ NSE BSE ഒക്കെ ആയിട്ട് അറ്റാച്ച് നിൽക്കുന്ന ഒരു മീഡിയേറ്റർ ഉണ്ട്. ആ മീഡിയേറ്ററാണ്, അതായത് സെബി ആണ് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ സെബി നിങ്ങൾ കേട്ട് കാണും സെബി. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. അപ്പോൾ സെബി കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് നമുക്ക് ഒരു റീറ്റെയിലർക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പന്റിന് നമുക്ക് ഇതിനകത്ത് പോയി ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബ്രോക്കറുടെ അടുത്ത് ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കണം. ആ അക്കൗണ്ടിലൂടെ മാത്രമേ നമുക്ക് ഈ ഷെയർസ് ട്രാൻസാക്ട് ചെയ്യപ്പെടാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ഫസ്റ്റ് പോലെ നിങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുള്ളത് ഞാൻ അടുത്ത അടുത്ത പോയിന്റിലേക്ക് വരുമ്പോഴത്തേക്കും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അത് ഏതൊക്കെയാണ് ഇന്ത്യയിലെ മെയിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏജൻസി എന്താണ്, ഒരു റെഗുലേറ്ററി ഏജൻസി എന്ന് പറയുന്നത് സെബി എന്ന് പറഞ്ഞൊരു ഏജൻസി നിലനിൽക്കുന്നുണ്ട്. ഈ എക്സ്ചേഞ്ചിൽ നമുക്ക് ഷെയർസ് വാങ്ങണമെങ്കിലും വിൽക്കണമെങ്കിലും അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
അംഗീകൃത ബ്രോക്കേഴ്സിൽ നിന്നും ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവണം. അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത സെഷനിലേക്ക്, അടുത്ത സ്ലൈഡുകളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണ് ടൈപ്സ് ഓഫ് ട്രേഡിങ്. എത്ര തരത്തിലുള്ള ട്രേഡിംഗ് ഉണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഓരോരുത്തരുടെയും ക്യാരക്ടർ അനുസരിച്ച്, നമ്മളുടെ കറണ്ട് വർക്കിംഗ് സ്റ്റാറ്റസ് വെച്ചിട്ട്, ഇപ്പം ഞാൻ ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഡേ ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിന് എനിക്ക് ഏത് മെത്തേഡാണോ പറ്റുന്നത് അതിലേക്ക് ഞാൻ മാറേണ്ടതുണ്ട്. അപ്പം നമ്മുടെ ക്യാരക്ടർ അനുസരിച്ചും നമ്മളുടെ ഒരു ടൈം അലോക്കേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള ട്രേഡിങ്ങിൽ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്നാമത്തതും വളരെ ഫേമസ് ആയിട്ടുള്ളതുമായ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ടൈപ്സ് ആണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്, അല്ലെ? ഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയും. അത് നിങ്ങൾ കേട്ട് കാണും. ഓക്കെ, സോ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു സെയിം ഡേയിൽ തന്നെ. മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. മാർക്കറ്റ് ഇപ്പം പ്രീ ഓപ്പൺ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന 9 മണിക്കാണ്. 9 തൊട്ട് 9-7 വരെ പ്രീ ഓപ്പൺ മാർക്കറ്റ് ഉണ്ടാവും. അതിനുശേഷം ആക്ച്വൽ മാർക്കറ്റ്, ലൈവ് മാർക്കറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 9:15 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 3:30 ആകുമ്പോഴാണ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, തിങ്കൾ മുതൽ വെള്ളി വരെ. ഇടയ്ക്ക് പബ്ലിക് ഹോളിഡേസ് ഉണ്ടെങ്കിൽ ഓഫ് ആയിരിക്കും. ഓക്കെ, സോ അപ്പം നമ്മൾ ഷെയർ വാങ്ങിയിട്ട് അന്ന് തന്നെ വിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ വിറ്റില്ല എങ്കിൽ എന്ത് ചെയ്യും, നമ്മളുടെ ബ്രോക്കർ നമ്മളുടെ ആ സ്റ്റോക്ക് വിറ്റ് കളയും. അന്നേരം എന്താണോ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അത് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് സ്മോൾ പ്രൈസ് മൂവ്മെന്റ്സ് ഡ്യൂറിങ് ദ ഡേ. ഇപ്പോൾ ഒരു ദിവസം, അല്ലെ, രാവിലെ 9:15 തൊട്ട് 3:30 വരെ മാർക്കറ്റ് റണ്ണിങ് ആകുമ്പോഴത്തേക്ക് നമ്മൾ വാങ്ങാൻ പോകുന്ന സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഓപ്ഷൻസിലോ ഫ്യൂച്ചേഴ്സിലൊക്കെ എന്ത് ചെയ്യും, പ്രൈസിന്റെ ഫ്ലക്ച്വേഷൻസ് ഭയങ്കരമായിട്ടുണ്ടാവും. ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ ബേസ് ചെയ്തിട്ട് പ്രൈസ് മൂവ് ചെയ്യും. അതല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസിനെ ബേസ് ചെയ്തിട്ട് മൂവ് ചെയ്യും. അല്ലെങ്കിൽ ഈ പറയുന്ന ഇവന്റ്സുകളുണ്ടല്ലോ, ഇവന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ബഡ്ജറ്റ്, ഇലക്ഷൻ, അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ പോളിസി, മോണിറ്ററി പോളിസി, ഇങ്ങനെയൊക്കെയുള്ള ഇവന്റുകളെ ബേസ് ചെയ്തിട്ട് പ്രൈസ് മൂവ് ചെയ്യും. അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂസ് ബേസ്ഡ്. ഇപ്പം നിങ്ങൾക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടമാനം താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇസ്രായേൽ ഇറാൻ യുദ്ധം, അല്ലെ? വാർഫിയറിലാണ് ഇപ്പം മാർക്കറ്റ് നമുക്കൊരു ഫോള് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ ഫോളോ ആയി വരുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ന്യൂസ് എഫക്റ്റ് ആണ്. ഓക്കെ, സോ അങ്ങനെയുള്ള ഡെയിലി നടക്കുന്ന ആ ഒരു മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഒരു സ്റ്റോക്ക് നമ്മൾ 500 രൂപയ്ക്ക് മേടിക്കുന്നു, അത് 505 എത്തുമ്പോൾ നമ്മൾ വിറ്റിട്ട് ആ ലാഭം എടുക്കുന്നു. 5 രൂപ ലാഭം എടുക്കുന്നു, ഒരു ഷെയറിൽ 5 രൂപ ലാഭം എടുക്കുന്നു. ഇപ്പം 100 ഷെയർ ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള ലാഭം കിട്ടുന്നതായിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് നടത്തണം, അല്ലെ? നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞു. അപ്പം ഓരോ സെക്കൻഡിലുമാണ് ക്യാൻഡിൽ മൂവ് ചെയ്യുന്നത്. അപ്പം ആ ഓരോ സെക്കൻഡിൽ പ്രൈസ് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ എവിടുന്നാണ് വാങ്ങുന്നത്, വിൽക്കേണ്ടതെന്നൊക്കെ ഉള്ള കറക്റ്റ് ഡിസിഷൻസ് നമ്മൾ പെട്ടെന്ന് എടുക്കണം. അതിന് നമുക്ക് ബൈ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നമുക്ക് സാധ്യമാവുള്ളൂ. ഓക്കെ, പിന്നെ ഇതിന് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് പഠിച്ചിരിക്കണം. അതായത് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തൽക്കാലം നമ്മൾ മനസ്സിലാക്കുക. അതായത് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, റിസ്ക് എന്ന് പറയുന്നത് കൂടുതലാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ രാവിലെ മേടിച്ച് വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ വിറ്റ് മാറണം, അല്ലേ? വൈകുന്നേരം നമുക്ക് ചിലപ്പം ഒരു കുറേ അധികം ഷെയർ വാങ്ങിന്ന് വെക്കുക. ഇപ്പോൾ ഒരു 100 ഷെയർ ഞാൻ മേടിച്ചു വെച്ചു, എനിക്ക് ഒരു ഷെയറിൽ നിന്ന് തന്നെ ഒരു 20 രൂപയുടെ ലോസ് വന്നു. അപ്പോൾ എത്രയും 100 ഷെയർ എന്ന് പറയുമ്പോഴത്തേക്കും 2000 രൂപ അവിടെ 2000 രൂപ അവിടെ മാറി, അല്ലേ? 2000 രൂപയുടെ ലോസ് വന്നു. അപ്പം ഞാൻ ഈ 3:30 മുമ്പ് അത് വിറ്റോണം, അല്ലേ? എനിക്ക് ലോസ് ഞാൻ വിറ്റ് മാറുകയാണ്. അപ്പം എൻ്റെ റിസ്ക് എന്ന് പറയുന്നത് കൂടുതലാണ് അവിടെ, അല്ലേ? എനിക്കത് പിന്നീട് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല നാളത്തേക്ക്. അപ്പം റിസ്ക് എപ്പോഴും കൂടുതലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക ഇൻട്രാഡേ ട്രേഡിങ്ങിൽ. പിന്നെ അടുത്തൊരു ടൈപ്പാണ് സ്വിംഗ് ട്രേഡിങ്. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒന്നുമല്ല, നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിയിട്ട് ഒരു കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു കുറച്ച് ആഴ്ച വരെ നമ്മളത് ഹോൾഡ് ചെയ്തിട്ട് ആ ഒരു പ്രൈസ് മൂവ്മെന്റ് നമ്മൾ ക്യാപ്ചർ ചെയ്ത് ലാഭം എടുക്കാൻ നോക്കുന്നതിനാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഷോർട്ട് ടൈം പ്രൈസ് സ്വിംഗ്, അതായത് ഷോർട്ട് ടൈം പ്രൈസ് മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്നത്. അതായത് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് വാങ്ങിയിട്ട് ഒരു 2-3 ദിവസം നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച, ഈവൻ 3 വീക്സോ 4 വീക്സ് വരെയൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഒരു ലാഭം കിട്ടും, നമ്മൾ വിറ്റ് മാറുന്നു. അപ്പം അന്നും വിറ്റ് മാറുന്ന നിർബന്ധമൊന്നുമില്ല, അത് നമുക്ക് ഹോൾഡ് ചെയ്യാം, ആരും നിർബന്ധിക്കില്ല, നമുക്കത് ഹോൾഡ് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പം നമ്മൾ അങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ ടൈം പീരീഡ് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോൾഡിംഗ് പീരീഡ് ഒരു 1 മന്തിന് മേലേക്ക് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, നമ്മളതിനെ അടുത്തൊരു ടൈപ്സ് ഓഫ് ട്രേഡിംഗ് എന്നാണ് പറയുക, അത് പൊസിഷണൽ ട്രേഡിംഗ് എന്നാണ് പറയുക. അതിലേക്ക് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നതിന്റെ ഇത് ഒരു ഫ്യൂ ഡേയ്സ് ടു ഫ്യൂ വീക്സ് ആണ് നമ്മൾ അത് ഹോൾഡ് ചെയ്തിട്ട് ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻ നമ്മൾ പ്രോഫിറ്റബിൾ ആക്കാൻ ശ്രമിക്കുന്നതിനാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ കണ്ടു. ഒരു 500 രൂപയ്ക്ക് മേടിക്കുന്നു, 560 രൂപയ്ക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിറ്റ് മാറുന്നു. ഇതിനാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താണ്, നമുക്ക് സ്ട്രെസ് കുറച്ചും കൂടെ കുറവാണ്, അല്ലെ? ഇൻട്രാഡേ ട്രേഡിങ്ങിനെ അപേക്ഷിച്ച് ഇതിനകത്ത് സ്ട്രെസ് കുറച്ച് കുറവാണ്.
നമുക്ക് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം അല്ലേ. നമ്മൾ പെട്ടെന്ന് ഡിസിഷൻ ഒന്നും എടുക്കേണ്ട. ഒരു ദിവസത്തെ ട്രേഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്രൈസ് ചാർട്ടൊക്കെ കറക്റ്റ് മനസ്സിലാക്കി ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ വെച്ച് നമ്മൾ അനാലിസിസ് ഒക്കെ നടത്തിയതിനു ശേഷം നമുക്ക് സാവധാനം നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മേടിച്ചാലും മതി. അന്ന് തന്നെ വിൽക്കണ്ട, നമുക്ക് ഒരു എത്ര ദിവസം വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഇതിനകത്തുണ്ട്. ഇത് പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? പാർട്ട് ടൈം ട്രേഡേഴ്സ് അല്ലേ. ഇപ്പം നിങ്ങളൊരു ജോലി ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു എൻഡ് ചെയ്യുന്നവരെ സിസ്റ്റത്തിൽ നോക്കിയിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചാർട്ട് അനാലിസിസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ എന്താണ്? സിംഗ് ട്രേഡിംഗ് ആണ് അല്ലേ. നിങ്ങൾ കുറച്ച് പൈസ കൊണ്ടിരുന്നു, നിങ്ങൾ നല്ലൊരു സ്റ്റോക്ക് അനാലിസിസ് നടത്തിയിട്ട് നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നു. അതിന് ഒരു പ്രൈസ് ഹൈക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളത് വിറ്റിട്ട് അതിൻ്റെ ലാഭം എടുക്കുന്നു. വളരെ സേഫ് ആൻഡ് സെക്യൂർ ആണ്. പിന്നെ അവിടെയും ഞാൻ പറയുന്നു, എപ്പോഴും 100% ഉറപ്പിതിനില്ല. കാരണം എന്താണ്? ഇപ്പം യുദ്ധം വന്നു അല്ലേ. ഇപ്പം ഉദാഹരണത്തിന് നല്ലൊരു സ്റ്റോക്കാണെന്ന് നോക്കുക, TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസ് അല്ലേ. നമ്മൾ വാങ്ങി, നമ്മൾ യുദ്ധം വരും നമ്മൾ പ്രതീക്ഷിച്ചില്ല. എന്ത് സംഭവിച്ചു? നല്ലപോലെ മാർക്കറ്റ് ഇടിഞ്ഞല്ലേ. പ്രത്യേകിച്ച് US കൂടി യുദ്ധത്തിനുള്ളത് കൊണ്ട് ഈ IT കമ്പനി ആയതുകൊണ്ട് എക്സ്പോർട്ടാണ് അവരുടെ മെയിൻ ഇത്. നമ്മൾ US പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇവരുടെ സർവീസ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം യുദ്ധം ശരിക്കും അവരെ ബാധിക്കും അല്ലേ. അപ്പം അങ്ങനെ ബാധിച്ചപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ പ്രൈസ് ഇടിഞ്ഞു അല്ലേ. അപ്പം നമുക്ക് അത് നമ്മൾ ചിലപ്പോൾ ഒരാഴ്ച ഹോൾഡ് ചെയ്യാൻ വേണ്ടി മേടിച്ചായിരിക്കും. ചിലപ്പം ലാഭം വന്ന് കുറച്ചും കൂടെ ലാഭം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ യുദ്ധം വന്നതും പ്രൈസ് താഴേക്ക് വന്നതും. നമുക്കൊന്നും ചെയ്യാനില്ല. എന്താ സംഭവിക്കുക? പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് പോകും, നമുക്ക് ലോസ് വരും. നമ്മളപ്പോഴും വിറ്റ് മാറണമെന്നില്ല. നമുക്കത് ആ കമ്പനി നല്ലതാണ്, നാളെ അതിന് ഫ്യൂച്ചർ ഉണ്ട്, നമ്മൾ കുറച്ച് ദിവസം കൂടി ആ ഫണ്ട് അവിടെ ഇട്ട് വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ. വിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ ലോസ് ബെയർ ചെയ്യാതെ നമുക്കത് ഹോൾഡ് ചെയ്ത് പിടിക്കാം. പിന്നെ എപ്പോഴെങ്കിലും അത് കയറി വരുമ്പോൾ നമ്മൾ ലാഭത്തിൽ വിറ്റ് മാറാം. ഓക്കെ. സോ അതിന് വേറെ കുറച്ച് ടെക്നിക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞുതരാം. പിന്നെ അപ്പോൾ സിംഗ് ട്രേഡിംഗ് എന്താണെന്ന് മനസ്സിലായി. അടുത്തത് നമ്മൾ പഠിക്കുന്നത് പൊസിഷണൽ ട്രേഡിംഗ്. ഞാൻ പറഞ്ഞു സിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു ഫ്യൂ വീക്സ് അല്ലെങ്കിൽ ഫ്യൂ ഡേയ്സ് ടു ഫ്യൂ വീക്സ് വരെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് സിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നു. ഇനി അതിനപ്പുറം ഇത് ഹോൾഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനപ്പുറം ഇത് ഹോൾഡ് ചെയ്ത് വെക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നതിനാണ് നമ്മൾ പൊസിഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ പൊസിഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് മാർക്കറ്റിൻ്റെ ഒരു ബിഗ്ഗർ ട്രെൻഡ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതായത് ഷെയറിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഒരു ബിഗ്ഗർ ട്രെൻഡ്. അതായത് ഇപ്പം ഒരു 6 മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പ്രൈസ് മൂവ്മെന്റ് ഉണ്ടാവും. നിങ്ങൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ SBIയുടെ സ്റ്റോക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു വർഷം കൊണ്ട് നല്ല രീതിയിൽ അത് റിട്ടേൺ ആവും. ഓക്കെ. സോ എന്ന് പറയുന്ന പോലെയുള്ള മൂവ്മെന്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ടാണ് നമ്മൾ പൊസിഷൻ ട്രേഡിംഗ് ചെയ്യുന്നത്. ഓക്കെ. അതിനൊക്കെ നല്ല രീതിയിലുള്ള അനാലിസിസ് സ്കില്ലും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇതിന് നമ്മൾ പേഷ്യൻസ് വേണം, നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ഡെയിലി പോയി നമ്മൾ സ്റ്റോക്ക് നോക്കേണ്ട കാര്യമില്ല, അതവിടെ കിടന്നോളൂ, ഇത് ഇൻക്രീസ് ആയിക്കോളൂ. ചിലപ്പം ഇന്ന് കയറിയിട്ട് നാളെ ചിലപ്പം ഇറങ്ങും, അല്ലെങ്കിൽ 2-3 ദിവസത്തേക്ക് പ്രൈസ് ഡൗൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് ടെൻഷൻ കൂടും. അപ്പോൾ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. നമുക്കൊരു ലക്ഷ്യം വേണം അല്ലേ. നമ്മൾ എവിടെ നിന്നാണോ എൻട്രി എടുക്കുന്നത് അല്ലെങ്കിൽ വാങ്ങുന്നത്, അത് ഇന്ന ലെവൽ വരെ പോകുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാം എന്നൊരു ഡിറ്റർമിനേഷനോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് വാങ്ങുക അല്ലേ. അപ്പോൾ നമ്മളെ ഡെയിലി നടക്കുന്ന ഫ്ലക്ച്വേഷൻസ് നമ്മളെ ബാധിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഒരു പൊസിഷൻ ട്രേഡറുടെ മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ. സോ ഇതിന് നമുക്ക് ആവശ്യം വരുന്നത് ടെക്നിക്കൽ അനാലിസിസും വേണം, ഫണ്ടമെന്റൽ അനാലിസിസും വേണം അല്ലേ. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനി അതിപ്പം ഫിസിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണല്ലോ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അവരുടെ ഫിസിക്കൽ ഓപ്പറേഷൻസ് എന്താണ്, അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകൾ എന്താണെന്നും കൂടി നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങേണ്ടത്. അതായത് അവർ ഓരോ ക്വാർട്ടറിലും അല്ലെ ഓരോ 3 മാസം കൂടുമ്പോഴും ലിമിറ്റഡ് കമ്പനീസ്, ലിസ്റ്റ് ചെയ്തേക്കുന്ന കമ്പനീസ് എന്ത് ചെയ്യും, അവരുടെ ഓപ്പറേഷൻസിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് അവർ റിപ്പോർട്ട് ചെയ്യും പബ്ലിക്കിന് അല്ലേ. കാരണം ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അവർ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള ഡേറ്റ അനാലിസിസ് നടത്തുന്നതിനാണ് എന്ത് പറയുക, ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് പ്രൈസ് മൂവ്മെന്റ്, അതായത് ഷെയർ മാർക്കറ്റിൽ പ്രൈസ് മൂവ്മെന്റിനെ മാത്രം വെച്ചുകൊണ്ട് പല ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന അനാലിസിസിനെയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 അനാലിസിസും കമ്പൈൻ ചെയ്തിട്ട് വേണം നമ്മൾ ഒരു പൊസിഷൻ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്ക് എടുക്കാനായിട്ട്. ഈവൻ സിംഗ് ട്രേഡിങ്ങിന് അത് തന്നെ വേണം. അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ഫണ്ടമെന്റൽ നമുക്ക് അത്ര കാര്യമായിട്ട് നോക്കണ്ട, പക്ഷേ ടെക്നിക്കൽ അനാലിസിസ് നല്ല രീതിയിൽ നടത്തിയിട്ട് വേണം ഈവൻ ഇൻട്രാഡേ ആയാലും സിംഗ് ട്രേഡിംഗ് ആയാലും നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ. സോ അത് മനസ്സിലായല്ലോ. അടുത്തത് നെക്സ്റ്റ് നമ്മൾ സംസാരിക്കുന്നത് ലോങ് ടേം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മളുടെ ഇവിടുത്തെ കൊറിഞ്ചു വെളിയത്ത് അല്ലെങ്കിൽ മരിച്ചുപോയ ജുൻജിൻവാല, വാരൻ ബഫറ്റ്, ഇവരൊക്കെ ചെയ്ത പോലെയുള്ള ലോങ് ടേം ഇൻവെസ്റ്റിംഗ് അല്ലേ. അതായത് നമ്മളിപ്പോൾ വാങ്ങിയിടുകയാണ് ഒരു കമ്പനി, നല്ലൊരു ഗ്രോത്ത് ഉള്ള ഒരു കമ്പനി നോക്കിയിട്ട് നമ്മൾ വാങ്ങിയിടുക. അതിൻ്റെ പ്രൈസ് ഇപ്പോൾ ചിലപ്പോൾ ഏറ്റവും കുറഞ്ഞായിരിക്കും നിൽക്കുന്നത്. നെവർ മൈൻഡ്, നമ്മളിത് വാങ്ങണം. നമുക്ക് ആ കമ്പനിയെ കുറിച്ച് അറിയാം, ആ കമ്പനി ഫിസിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന രീതികൾ അറിയാം, അതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാം. അപ്പോൾ നമ്മളത് വാങ്ങിയിടുകയാണ് ലോങ് ടൈമിലേക്ക്. അത് വേറെ 2, 3, 5, 10 വർഷം ആകാം, നമുക്കറിയില്ല.
നമുക്ക് എപ്പോഴാണോ നമുക്ക് അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യമില്ലാത്ത നമ്മളുടെ ഒരു ഫണ്ട് എടുത്തിട്ട് നമ്മൾ നല്ല സ്റ്റോക്കുകൾ വാങ്ങിയിട്ട് ലോങ് ടൈമിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ അങ്ങനെ ഒരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ട്രേഡിനെയാണ് നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഇത് വർഷങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് കമ്പനിയുടെ ഗ്രോത്ത് നടക്കും തോറും നമ്മുടെ പൈസ എന്ത് ചെയ്യും, കോമ്പൗണ്ട് ചെയ്യും അല്ലേ, ഇരട്ടിച്ചുകൊണ്ടിരിക്കും അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. അപ്പം അതും വളരെ റിസ്ക് കുറഞ്ഞിട്ടുള്ള സേഫ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പം നല്ല കമ്പനികൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ആ കമ്പനി സെലക്ഷൻ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 2-3 വർഷം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് റിട്ടേൺ കിട്ടില്ല, അല്ലെങ്കിൽ ചെറിയ റിട്ടേൺ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പം നമ്മൾ ഒരു ബാങ്കിൽ പോയിട്ട് FD ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആനുവലി 8% റിട്ടേൺ കിട്ടും. മേ ബി അത്രയും പോലും ചില സ്റ്റോക്കുകൾ നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ എന്തുകൊണ്ടാണ് അത് നമ്മുടെ സ്റ്റോക്ക് സെലക്ഷൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിനെ നല്ലപോലെ പഠിച്ചതിന് ശേഷം അനാലിസിസ് നടത്തിയതിന് ശേഷം കമ്പനിയുടെ ഗ്രോത്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മളൊരു അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗിവ് എ ഗുഡ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ലോങ് ടൈം ഇൻവെസ്റ്റിംഗ്. അങ്ങനെ അപ്പോൾ 4 ടൈപ്സ് ഓഫ് ട്രേഡിംഗ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ഇൻട്രാഡേ ട്രേഡിങ്, സ്വിംഗ് ട്രേഡിങ്, പൊസിഷൻ ട്രേഡിങ്, ഇൻവെസ്റ്റിംഗ്. ഓക്കെ, സോ ഇതിൽ തന്നെ ഇൻട്രാഡേയിൽ തന്നെ നമ്മൾ സ്കാൽപ്പിംഗ് എന്നൊക്കെ പറയുന്നതുകൊണ്ട്, അതായത് വളരെ ചെറിയ ടൈമിൽ തന്നെ വാങ്ങി വിൽക്കുന്ന ഡേ ടൈമിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. അതൊക്കെ വളരെ മൈനോട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഇതിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സ്വിംഗ് ട്രേഡിങ്, പൊസിഷൻ ട്രേഡിംഗ് ഒക്കെ ചെയ്ത് ഇൻട്രാഡേ പഠിച്ചതിന് ശേഷം ഇൻട്രാഡേ ഒക്കെ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് വരിക. ഓക്കെ, സോ ഇനി നമ്മൾ പ്രധാന പോയിന്റിലേക്ക് വരികയാണ്. ഹൗ ടു സ്റ്റാർട്ട് ട്രേഡിംഗ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു ട്രേഡർ ആവണം. നിങ്ങൾ ഇതുവരെ ട്രേഡ് ചെയ്തിട്ടില്ല, നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ടും ഇല്ല, നിങ്ങൾ ഇതുവരെ അതിലേക്ക് വന്നിട്ടേ ഇല്ല, പക്ഷെ നിങ്ങൾക്ക് ട്രേഡർ ആവണം. എന്ത് ചെയ്യണം? ഓപ്പൺ എ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട്. വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബ്രോക്കേഴ്സ് വഴി നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 100% ഫ്രീ ആണ്, ഒരു ചാർജസും ഇല്ല. ഈ വീഡിയോയുടെ താഴെ നമ്മൾ ഫയേഴ്സ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ലീഡിംഗ് ബ്രോക്കറുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചാർട്ട് നിങ്ങൾ ഈ ഇമേജ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഫയേഴ്സിന്റെ ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമാണ്. കണ്ട, ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ചാർട്ട് കാണാം, നമ്മുടെ ഫണ്ട് ഇടുന്നതിൻ്റെ ഡീറ്റെയിൽസ്, ഓർഡർ എടുക്കുന്ന ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമുക്ക് വാച്ച് ലിസ്റ്റുകളുണ്ട്. എല്ലാ നിഫ്റ്റി 50-യിലെ എല്ലാ സ്റ്റോക്കുകളും, അതുപോലെ എല്ലാ സ്റ്റോക്കുകളും ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്ത് വെക്കാം, നമുക്ക് വാച്ച് ചെയ്യാം. ഇതിനെ പല ടൈം ഫ്രെയിമിൽ യൂസ് ചെയ്യാം. ഈ ചാർട്ട് എങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഫയേഴ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ പോയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% ഫ്രീ ആണ്, ഒരു ചാർജസും ഇല്ല. ആനുവലി ഒന്നും ഒരു ചാർജസും ഒരു ഈടാക്കുന്നതല്ല, വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് നമുക്ക് NSE-ലോ BSE-ലോ പോയിട്ട് സ്റ്റോക്ക് വാങ്ങാനോ വിൽക്കാനോ സാധിക്കുകയില്ല. ഓക്കെ, സോ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യമായിട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബൈ സെൽ ഓർഡേഴ്സ് അല്ലേ, നമ്മൾ ഷെയർ വാങ്ങുന്നു അല്ലെങ്കിൽ വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന ആ ഓർഡർ പ്ലേസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാലോ നമ്മൾ അങ്ങനെ വാങ്ങി, ഇൻട്രാഡേ അല്ല, നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിലും പൊസിഷൻ ട്രേഡിങ്ങിലും ഇൻവെസ്റ്റിങ്ങിലും ഒക്കെ നമ്മൾ വാങ്ങുന്ന ഷെയറുകൾ സേവ് ചെയ്ത് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഷെയർസ് പേപ്പർ മോഡായിരുന്നു അല്ലേ, പേപ്പറായിട്ട് ഷെയറുകൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുമായിരുന്നു, ഫിസിക്കൽ ഷെയർസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത് മാറി എല്ലാം ഡിജിറ്റലൈസ് ആയല്ലോ. അപ്പോൾ ഡിജിറ്റൽ ഷെയർ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണ് അല്ലേ, അതാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരൊറ്റ പ്ലാറ്റ്ഫോമാണ്. നമ്മളത് ഒരെണ്ണം എടുത്താൽ മതി, അതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധേഡ് ആവണ്ട. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ഫയേഴ്സിലോ ആലിസ് ബ്ലൂ സെറോദോ അങ്ങനെ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം. ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഫയേഴ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെയാണ്. അപ്പം അവരുടെ ചാറ്റിംഗ് പ്ലാറ്റ്ഫോം വളരെ സൂപ്പറാണ്, ഞാനത് യൂസ് ചെയ്യുന്നതാണ്. അത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ അനാലിസിസ് നടത്തുന്നതെല്ലാം ഞാൻ അത് വെച്ചിട്ടാണ്. ഓക്കെ, എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ അനാലിസിസ് നടത്തുന്നതും ഒക്കെ ആ ചാർട്ട് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ ചാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോം നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്ന ലെവൽസും കാര്യങ്ങളും നിങ്ങൾക്ക് കുറച്ചും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആദ്യം നിങ്ങൾ ഇതിലേക്ക് വരാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്, ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്രോസസ്സാണ് അല്ലേ, കംപ്ലീറ്റ്ലി ഓൺലൈൻ പ്രോസസ്സാണ്. നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് വെക്കുക, അടുത്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യുക. അതിന് നിങ്ങൾ ഡിജിറ്റലി ഈ പറയുന്ന
ഡോക്യുമെന്റ് കൈമാറുക. അത് ഓൾറെഡി ആധാറൊക്കെ നിങ്ങൾ ഡിജിറ്റലി കൈമാറാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ആ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്തു തുടങ്ങുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾ ഡിജിറ്റലി സൈൻ ചെയ്യുക, നിങ്ങളുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, വളരെ സിമ്പിളാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ പറയുന്നു രണ്ടാമത് എന്താണ്, നമ്മൾ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു അല്ലെ. അടുത്ത സ്റ്റെപ്പ് എന്താണ്, എനിക്ക് നേരെ പോയിട്ട് സ്റ്റോക്ക് വാങ്ങുക വിൽക്കുക ചെയ്യുന്നതാണോ നല്ലത്? അല്ല, ഒരിക്കലും അല്ല. നിങ്ങൾ ബേസിക്സ് ആയിട്ട് പഠിക്കുക, ലേൺ ദ ബേസിക്സ് അല്ലെ. ബേസിക് കാര്യങ്ങൾ പഠിക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിസ്ക് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം, ട്രേഡിങ്ങിന്റെ സൈക്കോളജി എന്താണ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആകാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഉടൻ തന്നെ നിങ്ങളിത് ഗാംബ്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പിൻവാങ്ങി പോകും, നിങ്ങൾ പൈസയെ നഷ്ടപ്പെടുത്തും. സോ അതുകൊണ്ട് നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇന്ന് ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ ഇതിനകത്ത് ഓൾറെഡി ട്രെയിനിങ് വീഡിയോസ്, ബേസിക്സ് ടു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സ് എപ്പിസോഡ് ബൈ എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 3-4 എപ്പിസോഡ് ഇതിനകത്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. നെക്സ്റ്റ് എപ്പിസോഡ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കിട്ടും. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് എൻ്റെ വീഡിയോസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതല്ല നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, നമ്മൾ അതിനുള്ള കോഴ്സസും കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ബേസിക് നിങ്ങൾ പഠിക്കുക. ബേസിക്കലി വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ക്യാൻഡിൽ സ്റ്റിക്ക്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, റിസ്ക് മാനേജ്മെന്റ്, ട്രേഡിംഗ് സൈക്കോളജി, പിന്നെ ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ ബേസിക് ആയിട്ടുള്ള ലേണിംഗിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എഡ്യൂക്കേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സക്സസ്ഫുൾ ട്രേഡർ ആകാൻ സാധിക്കില്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് ഫൗണ്ടേഷൻ അല്ലെ. നമുക്ക് എന്തൊരു കാര്യത്തിനും ഒരു ഫൗണ്ടേഷൻ വേണം അല്ലെ. ശക്തമായ ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്നും എന്തും കെട്ടിപ്പടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വിചാരിക്കാതിരിക്കുക. ബേസിക്സ് പഠിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങൾ വൺസ് ഇത് ചെയ്തു തുടങ്ങും, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിത്തം അവസാനിപ്പിക്കണോ? ഒരിക്കലുമില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഒറ്റയ്ക്ക് അനാലിസിസ് നടത്തി ട്രേഡിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് വരെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പം അത്രയും ഇമ്പോർട്ടൻസ് നിങ്ങൾ പഠിക്കുന്നതിന് കൊടുക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, സ്റ്റാർട്ട് വിത്ത് സ്മോൾ ക്യാപിറ്റൽ. നിങ്ങൾ ഒരിക്കലും ഒരു വലിയ എമൗണ്ട് കൊണ്ടുവന്നിട്ട് മാർക്കറ്റിലിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കരുത്. അത് ഉറപ്പായിട്ടും നഷ്ടപ്പെടും. സോ നിങ്ങൾ എപ്പോഴും ചെറിയ എമൗണ്ട് വെച്ച് മാത്രം പഠിച്ചു തുടങ്ങുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തു, നിങ്ങൾ ബേസിക്സ് പഠിച്ചു, നിങ്ങൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പ്രോഫിറ്റ് എന്നൊരു മോട്ടീവിൽ ചെയ്യരുത്. നിങ്ങൾ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുക. അതായത് നിങ്ങൾ ആദ്യം കൊണ്ടുവരുന്ന കുഞ്ഞു കുഞ്ഞു ക്യാപിറ്റൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ലേണിംഗ് ക്യാപിറ്റലാണ്, ട്രേഡിംഗ് ക്യാപിറ്റൽ അല്ല. ഓക്കെ, ലേണിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എന്താണ് നേടേണ്ടത്? ലേണിംഗ് നേടുക അല്ലേ. നിങ്ങൾ അറിവ് മാത്രം നേടുക. അതിന് ശേഷം മാത്രം നമ്മൾ വൺസ് ട്രാക്കിലെത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് എമൗണ്ട് കൂട്ടിയിട്ട് നിങ്ങൾ പ്രോഫിറ്റ് മോട്ടീവ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. അതുവരെ നിങ്ങളൊരു പ്രോഫിറ്റ് മോട്ടീവ് ആകരുത്. നിങ്ങൾ ലേണിംഗ് ചെയ്യുക എന്നുള്ള പർപ്പസിൽ മാത്രം ചെറിയ എമൗണ്ട് വെച്ച് മാത്രം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ചെയ്യുമ്പം ഇത് നമ്മൾ ആരംഭത്തിൽ ചെയ്യുന്ന സമയത്ത് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിൽ വരരുത്. ഓക്കെ, ഇപ്പം നിങ്ങൾ ചെയ്യാൻ തുടങ്ങി, ഇപ്പോൾ ചോദിക്കും അല്ലേ, വീട്ടിലുള്ളവരും ഫ്രണ്ട്സും ഒക്കെ ചോദിക്കും, നീ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് നിനക്ക് മെച്ചമുണ്ടോ, നിനക്ക് ബെനിഫിറ്റ് കിട്ടും, നിനക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട് എന്നൊക്കെ ചോദിക്കും. അപ്പം നിങ്ങൾ പറയുക, ഞാനിപ്പം ഇതിനകത്ത് നിന്നൊരു ഇൻകം പ്രതീക്ഷിക്കുന്നില്ല, ഞാനതൊരു പഠിക്കുകയാണ്. ഇപ്പം ഞാൻ ഇടുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് എൻ്റെ ലേണിംഗ് ക്യാപിറ്റലാണ്. അത് വെച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പഠിക്കുകയാണ്, എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഞാൻ ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് അല്ലേ. അതിനുശേഷം മാത്രമേ ഞാൻ പ്രോഫിറ്റ് എന്നുള്ളൊരു തോട്ടിലേക്ക് പോവുള്ളൂ എന്നൊരു കാര്യം നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു വെക്കുക. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അത് നിങ്ങൾക്ക് ഏത് സോഴ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് കണ്ട് നിങ്ങൾക്ക് പഠിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെയൊക്കെ എഡ്യൂക്കേഷൻ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള വേരിയസ് മെത്തേഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലേണിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾ ചെറിയൊരു ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട് ലെറ്റ്സ് ഒരു 1000 റുപ്പീസ് അല്ലെങ്കിൽ ഒരു 5000 റുപ്പീസ് ഒക്കെ മാത്രം കൊണ്ടുവന്നിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. അങ്ങനെ പഠിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ
എമൗണ്ട് കൊണ്ടുവന്നിട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് പോവുക. ഓക്കെ, അപ്പം വീഡിയോ കൃത്യമായിട്ടും മനസ്സിലാക്കി മാത്രം ചെയ്യുക. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമാണ്, ഇതൊരു ട്രേഡ് അഡ്വൈസോ അല്ലെങ്കിൽ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിനോ ഒന്നുമല്ല, ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്തതാണ്. ഓക്കെ, സോ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് എത്തിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.